ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 20 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത്. ഇന്ന് ഈശോയുടെ വത്സല ശിഷ്യൻ യോഹന്നാന്റെ തിരുനാൾ ദിവസമാണ്. കേരളത്തിലും ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലും ലോകമൊക്കെയും ഏറ്റവും കൂടുതൽ വൈദികർ പൗരോഹിത്യ അഭിഷേകം നേടിയ ദിവസം ഇന്നാണ്. സ്നാപയോഹന്നാൻ്റെ തിരുനാൾ ദിവസം കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യരിൽ ഒരുവനായ ആ പുണ്യപിതാവിൻ്റെ തിരുനാൾ ദിവസം പൗരോഹിത്യ സ്വീകരണത്തിലേക്ക് ഉയർത്തപ്പെട്ട എല്ലാ വൈദികരെയും നിറമനസ്സോടെ ഓർക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ വത്സല ശിഷ്യൻ എന്നാണ് ഈ യോഹന്നാൻ അറിയപ്പെടുക. ഈശോയുടെ 12 അപ്പസ്തോലന്മാരിൽ പ്രായം കൊണ്ട് ഏറ്റവും ചെറുതായിരുന്നു ഈ യോഹന്നാൻ. എടുത്തുകൊണ്ടൊക്കെ നടക്കാൻ പോരുന്ന, സന്തോഷം തോന്നുന്ന, കുട്ടിത്തം വിടാത്ത ഒരു ബാലൻ. എവിടെയെങ്കിലുമൊക്കെ ഒരുമിച്ചിരിക്കുമ്പം ഈശോയുടെ മടിയിൽ കയറിയിരിക്കാൻ പോലും സ്വാതന്ത്ര്യമുണ്ടായിരുന്നവൻ. അതുകൊണ്ടാണ് അന്ത്യത്താഴ വേളയിൽ ഈശോ അപ്പഴൊക്കെ മുറിച്ച് ഹൃദയം തുളുമ്പുന്ന നൊമ്പരത്തോടുകൂടി വിഭജിച്ച് നൽകുന്ന ചടങ്ങിലും ഈശോയുടെ മാറിൽ പറ്റിക്കിടക്കുകയാണ് ഈ കൊച്ചു പയ്യൻ. ഈ സ്നാപകൻ്റെ തിരുനാള്, ഈ യോഹന്നാൻ്റെ തിരുനാള് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന തിരുനാളാണ്. കുഞ്ഞുങ്ങളെ പോലെ ആകാനാണല്ലോ ഈശോ നമ്മളെ പലപ്പോഴും ഓർമ്മിപ്പിക്കുക. ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവം അവൻ്റെ ആശ്രയബോധമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ചില കുഞ്ഞുങ്ങളൊക്കെ വികൃതി കാണിക്കുന്നവരെ പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പം അവർ ഓടിച്ചെന്ന് അവരുടെ അമ്മയുടെയോ അപ്പൻ്റെയോ മുണ്ടിൻ്റെ കോന്തലിൽ ഒരു കൈയൊന്ന് പിടിക്കാൻ കിട്ടിയാൽ മതി. അവിടെ നിന്ന് അവൻ നമ്മളെ വെല്ലുവിളിക്കും. കാരണം എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിചാരം ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ട്. ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, തല്ലാൻ വരുന്നവനെ ചേർത്ത് പിടിച്ചിട്ട് ഇനി ഞങ്ങളെ തല്ലാൻ ചുണയുള്ള വാട എന്ന് പറയുന്ന ഒരു ശൈലി. പ്രിയപ്പെട്ടവരെ, ഇതൊരു നല്ല ക്രിസ്തു ശിഷ്യൻ്റെ, നല്ല ക്രിസ്ത്യാനിയുടെ ലക്ഷണമാണ്. പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ, പാപത്തെയും പാപത്തിൻ്റെ പ്രൗഢിയെയും തോൽപ്പിക്കാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള വലിയൊരു വിളി. അവൻ്റെ പക്ഷം ചേരുന്നവർക്കെല്ലാം അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയുന്നൊരു തമ്പുരാനുണ്ട് എന്നുള്ള ആത്മഹർഷത്തോടെയുള്ള, തൻ്റെ ഇടത്തോടെയുള്ള നിലപാടുകളാണ് ഈ യോഹന്നാനെ വ്യത്യസ്തനാക്കിയത്. ഈശോയുടെ 12 അപ്പസ്തോലന്മാരിൽ യൂദാസിൻ്റെ മരണം ഒരു ആത്മഹത്യയായിരുന്നുവെങ്കിൽ ബാക്കിയുള്ള 10 ശിഷ്യന്മാരും കൊല ചെയ്യപ്പെടുകയായിരുന്നു. അവസാനം 100 വയസ്സ് വരെ ജീവിച്ചിരുന്ന്, അല്ലെങ്കിൽ ഏതാണ്ട് AD 100 മരിക്കുന്ന ഒരു 20 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ 80 വർഷമെങ്കിലും ജീവിച്ചിരുന്ന ഈ പുണ്യാത്മാവ് AD 100 കടന്നു പോകുന്നത്. പ്രായാധിക്യത്തിലൊക്കെ എത്തിയിട്ട് വളരെ നോർമലായിട്ടുള്ള ഒരു മരണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പം അവിടുന്ന് നൽകുന്ന മറ്റൊരു പുണ്യമാകട്ടെ ഈ ദീർഘായുസ്സും. ഈ യോഹന്നാനെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം. തമ്പുരാൻ്റെ വശത്തിൽ ചാരിക്കിടക്കാനുള്ള സ്വാതന്ത്ര്യം, എന്തിനും ഏതിനും കർത്താവിൻ്റെ പ്രിയപ്പെട്ടവനായിട്ട് തീരാനുള്ള ഭാഗ്യം. അങ്ങനെ ഭാഗ്യം ചെയ്തവരാകാൻ നിഷ്കളങ്കതയോടെ, നിർമ്മല ഹൃദയത്തോടെ, ആശ്രയബോധത്തോടെ നമുക്ക് ഈശോയെ ചേർത്ത് പിടിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.